എൻ്റെ കല്യാണം 1981 ഓഹോ. അന്നൊക്കെ എന്ന് പറയുന്നത് ഒരു എഴുത്തയപ്പ്, അതാ കത്തെഴുത്ത്. ആ കത്ത് വരുന്നിടം വരെ നോക്കിയിരുന്നിട്ട് അതിൻ്റെ മറുപടിയാണ് പിന്നെ അയക്കുന്നത്. അപ്പം അന്ന് അച്ഛന് ഡൽഹിയിലായിരുന്നു ജോലി. അത് പിന്നെ വേണ്ടിയല്ല, 2-3 ദിവസം കഴിയുമ്പോൾ എഴുത്തിഞ്ഞ് കിട്ടും. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് 84 ആയപ്പോഴത്തേന് ഗൾഫിൽ പോയി. അതൊരു 1.5 പോക്കായിരുന്നു. അത് ഒരെഴുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 15 ദിവസം 20 ദിവസം ഒക്കെ ആവും ഇങ്ങോട്ട് വരണമെങ്കിൽ. പിന്നെ അതിൻ്റെ ഒരു മറുപടി അങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് വീണ്ടും ഇതുപോലെ 15, 18, 20 എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. ചിലതൊന്നും ഇവരെ അറിയത്ത് പോലുമില്ല. സംഭവങ്ങളെല്ലാം കഴിയുമ്പോഴായിരിക്കും ഇവരെ അറിയുന്നത്. ഭർത്താവിന് ഭാര്യ അയക്കുമ്പോഴും ഭർത്താവ് ഭാര്യയ്ക്ക് അയക്കുമ്പോഴും ഉള്ളൊരു അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാം കാണൂല. എല്ലാം അതിനകത്തുണ്ട്. വഴക്കുമുണ്ട്, പിന്നെ പരിഭവങ്ങളും എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കും. ആദ്യമൊക്കെ ഇല്ലൻ്റായിരുന്നു. ഇല്ലൻ്റിനകത്ത് എന്തോ എഴുതാൻ നോക്കും. പിന്നെ ഈ കവർ ആക്കിയത്, കവറിനകത്താകുമ്പം 2-3 ഷീറ്റ് എഴുതാം. അങ്ങനെ ആയിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് എപ്പോൾ പറയണം, എപ്പോൾ വിളിക്കണം, എപ്പോൾ കാണണം. ഇപ്പൊ മറ്റേ നമുക്കൊരു സംഭവം ഇല്ല തന്നെ. ഒരാളിപ്പോ ഗൾഫിലാണെങ്കിൽ പോലും അയാളെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഡെയിലി അവരായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഗൾഫിൽ പോകുമ്പോൾ അതൊരു ചടങ്ങായിരുന്നു. അത് കൊണ്ടാക്കാൻ തന്നെ അത് ഒരു വണ്ടിയിൽ ആള് അന്ന് അംബാസഡർ കാറാ. അപ്പോൾ അതിനകത്ത് ഞെരുങ്ങി ഒരു കുടുംബത്തിലുള്ള എല്ലാവരും പോയി യാത്ര അയക്കാൻ എയർപോർട്ടിൽ പോകും.